വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വലൈസ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. മദീനയിലെ പുന്നാര നബി തങ്ങളുടെ ദർബാറിൽ പോയിട്ട് പറഞ്ഞു, നബിയേ അസ്സലാമു അലൈക യാ ജദ്ദി. ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന പണ്ഡിതൻ, അഹ്ലു ബൈത്തിലെ മഹാൻ, താനൊരു പെൺകുട്ടിയെ ആഗ്രഹിച്ചത് എന്തിന്റെ പേരിലാണ്? സൗന്ദര്യത്തിന്റെ പേരിലല്ല. യാ റസൂലല്ലാഹ് ഖതബ്തു നഫീസ ബിന്ത് ഹസൻ. ആ നഫീസ മോളെ ഞാൻ ആലോചിച്ചത് നബിയേ ഇല്ലാ ലി ഖൈരിഹാ വദീനിഹാ വഇബാദതിഹാ. ചന്തം കൊണ്ട് കണ്ടല്ല, ഗ്ലാമർ കണ്ടുകൊണ്ടല്ല, അവളുടെ വാട്സപ്പിലെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ കണ്ടുകൊണ്ടല്ല, ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോയപ്പോ അവളെ കണ്ടിട്ട് അനുരക്തനായി പോയി ചോദിച്ചതല്ല. ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ട മഹദിയാണ്. 8ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച മോളാണ്. അന്ന് മദീനയിൽ മാലിക് ഇമാമിന്റെ ദർസ് നടക്കുമ്പോൾ ഹസനുൽ അൻവർ എന്ന പിതാവ് പൊന്നുമോളെ കയ്യിൽ പിടിച്ചിട്ട് മദീനയിലെ പള്ളിയിൽ മാലിക് ഇമാമിന്റെ ദർസിൽ മറയ്ക്ക് പിന്നിൽ കൊണ്ടുവന്നിരുത്തുകയാണ്. ലോകപ്രസിദ്ധനായ മാലിക് ഇമാമിന്റെ ശ്രേഷ്ഠമായ ആദരങ്ങളിൽ നിന്ന് വിശുദ്ധമായ ഇൽമ് പഠിച്ച മഹദിയാണ്, ഖുർആൻ പഠിച്ച മഹദിയാണ്, അല്ലാഹുവിന്റെ വിജ്ഞാനം പഠിച്ച മഹദിയാണ് എന്ന ഖൈർ ഉദ്ദേശിച്ചിട്ടല്ലാതെ ഞാൻ നഫീസ മോളെ പ്രപ്പോസിൽ ചെയ്തിട്ടില്ല നബിയേ. അതുകൊണ്ട് എനിക്ക് നഫീസ ബീവിയെ വേണം നബിയേ എന്നാ പ്രിയപ്പെട്ട പേരമകൻ റസൂലുള്ളാഹിയാകുന്ന ഉപ്പാന്റെ തിരുമുന്നിൽ പോയി നിന്നിട്ട് രാത്രി സമയത്ത് സങ്കടം പറഞ്ഞപ്പോ ഹസനുൽ അൻവർ തങ്ങൾ കിടന്നുറങ്ങുകയാണ് തന്റെ വീട്ടിൽ. സ്വപ്നത്തിൽ മനോഹരമായ ഒരു പൂമുഖം വന്നു. സുഗന്ധമുള്ള മുഖം, പ്രകാശമുള്ള മുഖം. മോനെ ഹസനുൽ അൻവറേ, സവ്വിജ് നഫീസ ലി ഇസ്ഹാഖിന് വേണ്ടി നിന്റെ മോളെ നഫീസയെ കല്യാണം കഴിച്ചു എന്ന് പുന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് നഫീസ ബീവിയുടെ പിതാവിനോട് ഇൻഫോം ചെയ്തു. പിറ്റേന്ന് രാവിലെ മഹാനായ ഹസനുൽ അൻവർ എന്ന മക്കയിലെ ഗവർണർ, പണ്ഡിതനായ ആലിമായ സാദാത്ത് കുടുംബത്തിൽപ്പെട്ട മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുപടിക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ ഞങ്ങൾക്ക് ഞാൻ തരാം. സുബ്ഹാനല്ലാഹ്. 16ാമത്തെ വയസ്സിൽ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം നടന്നു. മഹാന്മാരായ അൻസാരികളായ സഹാബത്തിന്റെ മക്കളുടെ സാന്നിധ്യത്തിൽ മദീനയിൽ വെച്ച് നടന്നു. മദീനയിലെ പള്ളിയിൽ വെച്ച് നടന്നു. സുബ്ഹാനല്ലാഹ്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മആ അബംബവും മൻശരി ഫൈനി ഖദ് ജിതമആ. അവർ രണ്ടുപേരും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട രണ്ട് മഹാന്മാരായ മഹദികളായ രണ്ടുപേർ യോജിക്കുകയാണ്. ശൈഖ് ജീലാനി തങ്ങളുടെ ഉമ്മയും വാപ്പയും അങ്ങനെയാണ്. വാപ്പ കള്ളുടിച്ച് പെണ്ണുടിച്ച് വേണ്ടാതീരങ്ങളൊക്കെ ചെയ്ത് നാട്ടിലെ ഏറ്റവും വലിയ മോസ്റ്റ് ഫ്രോഡായി, തേർഡ് റേറ്റ് റൗഡിയായി, ഗുണ്ടയായി, ദമ്മാടിയായി, കള്ളുകുടിയനായി, പലിശ രാജാവായി
ലേഖനങ്ങളിൽ മുഴുവനും വ്യാപൃതനായ ക്രിമിനലായി വാപ്പ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളങ്ങ് സ്വാലിഹത്താവണം. അവള് ഞങ്ങളുടെ നാട്ടിൽ പച്ചയ്ക്ക് പറഞ്ഞ കോഴിയാവും. കോഴി എന്ന് പറഞ്ഞാൽ കോഴിക്കുണ്ടോ ഏതെങ്കിലും ഒരു കോഴി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഏത് പൂങ്കോഴി ഏത് പടക്കോഴിയെ കണ്ടാലും ആ കോഴിയുടെ പുറകെ കോഴി കുറച്ചൊക്കെ ഓടും. പിന്നെ കോഴി അങ്ങ് അതാണ് കോഴി. ഞങ്ങളുടെ നാട്ടിൽ പറയാം കോഴി. ആ മകൾ അതായില്ലെങ്കിൽ കാരണം എന്താ വാപ്പ പൂവൻ കോഴിയാണ്. ഇതല്ല അബ്ദുൽ ഖാദിർ ജീലാനി എന്ന സുൽത്താനുൽ അഅ്ലം ഖാദിരി ഖാദിരി ഖാദിരിയോ മേ മുഠാ ഖദർ അബ്ദുൽ ഖാദിർ ഖുദ്റത്ത് നമാ के वास्ते शेख अब्दुल ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉമ്മയാരാണ്, വാപ്പയാരാണ്, ചരിത്രം നിങ്ങൾക്ക് പകൽ പ്രകാശം പോലെ വ്യക്തമാണ്. അങ്ങനെയാകണം നമ്മൾ. ഞാൻ നന്നാകണം എന്നിട്ട് എന്റെ മക്കളെ നന്നാകാൻ ഞാൻ ആഗ്രഹിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും പാഠമുണ്ട്. നമ്മൾ സിനിമയും സീരിയലും ഒന്നും വിടാതെ എല്ലാം കണ്ട് എല്ലാ തോന്നിവാസങ്ങളും ആസ്വദിച്ച് എല്ലാ വേണ്ടാതീനങ്ങളും ചെയ്തിട്ട് പടച്ചോനെ ഇലാഹുമായ തമ്പുരാനെ എന്റെ മകൻ കഞ്ചാവിനടിമപ്പെട്ടു പോയി അല്ലാ, കള്ളു കുടിച്ചു പോയി അല്ലാ, വ്യഭിചരിക്കുന്നു അല്ലാ, പലിശ രാജാവാണ്, തേർഡ് റേറ്റ് റൗഡിയാണ്, ഗുണ്ടയാണ്, നന്നാക്കണേ അല്ലാ. യവൻ എത്രയും കാലം കഞ്ചാവ് കച്ചവടമായിരുന്നു ജോലി. യവൻ ഈ നാട്ടിലെ കള്ള് ബാറുടമയായിരുന്നു. അവനാണ് ദ്വാരക്കണത്. ഇതാണ് നിലവിലെ അവസ്ഥ. എന്റെ അവസ്ഥ. നമ്മൾ മോശക്കാരാ. അങ്ങനെയല്ല. മഹാന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. എങ്ങനെയാണ് വിശുദ്ധമായ പരമ്പരകളുടെ സംഗമം, വിശുദ്ധമായ ദമ്പതികളുടെ സമാഗമം, ലോകത്തിന് ശ്രേഷ്ഠരായ സന്താനങ്ങളെ സംഭാവന ചെയ്യുകയാണ്. നമ്മൾ നല്ലവരാണെങ്കിൽ ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്കറിയാം? എന്ത് ബിസ്മി? കല്യാണത്തിന്റെ അന്ന് രണ്ടുപേരും ജീവിതം ആരംഭിക്കുന്ന ദിവസം നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ ഫുൾ ടോസറിനകത്താണോ, അതല്ല കാളവണ്ടിക്കകത്താണോ, ബൈക്കിനകത്താണോ, അതല്ല ഇനി നാളെ മുതൽ പുതിയെണ്ണിനെയും പുതിയാപ്പളയും തലയിൽ ചുമന്നിട്ടാണോ നിങ്ങളുടെ പുതിയ ചെറുപ്പക്കാരികളുടെ ജീവിതം ആരംഭിക്കുന്നത്? കൺഫ്യൂഷനിലും ടെൻഷനിലുമാണ്. ഒരുത്തന്റെ കല്യാണം അവന്റെ വീട്ടിൽ പ്ലാൻ ചെയ്യുന്ന നേരത്തെ തന്നെ അവന്റെ കൂട്ടുകാരുടെ മീറ്റിംഗ് നടക്കുകയാണ്. അറിയാ എങ്ങനെയാണ് അവന് പണി കൊടുക്കാൻ പറ്റുന്നത്? അവനെ ഫുൾ ടോസറിലൊന്നും കയറ്റിയാ പോരാ, അവനെ കാളവണ്ടിക്കകത്ത് കയറ്റിയാ പോരാ. അവന്റെ അന്നത്തെ ദുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, സുബ്ഹിയില്ല. അവന്റെ പ്രിയപ്പെട്ട പുതുമണവാട്ടിയുടെ വാപ്പയായ ആ പുതുമണവാട്ടിയുടെ പിതാവ് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച മണവറയുടെ അകത്തളത്തിലേക്ക് റൗഡികളെ പോലെ കടന്നു എന്നിട്ട് കൂട്ടുകാരെന്ന പേരിൽ, കൂട്ടുകാരുടെ സ്നേഹിതന്മാരെന്ന പേരിൽ എല്ലാ തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിലെ ചെറുപ്പക്കാരാണ് ഞങ്ങളെന്ന് നിർവാണം മുഴക്കുള്ള നട്ടലുള്ള തന്റേടമുള്ള മസിൽ പവറുള്ള ചെറുപ്പക്കാരാ. അത് മസിൽ പവറല്ല പൊന്നുമോനെ, അത് തന്റേടമല്ല പൊന്നുമോനെ, അത് ആണത്തങ്കട്ട പരിപാടിയാണ്, ആണത്തങ്കട്ട പരിപാടിയാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പരിപാടിയല്ല. ലൈസ ശദീദു ബിസ്റുഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ നാട്ടിൽ ഇത് പറയാവുന്ന ആ വിഷയം പറയാനുണ്ടാവുള്ളൂ, നമ്മുടെ വിഷയം പറയാനുണ്ടാവില്ല. ആ മാതിരി അതായത് പുതിയ ട്രെൻഡ് ഡ്രസ്സുകൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് കേരളത്തിൽ. ഏത് ജില്ലയിലാണ്? പറയൂ, ധൈര്യമായിട്ട് പറയൂ. നിങ്ങളുടെ ജില്ലയുടെ മഹത്വം ഉയർന്നു കേൾക്കട്ടെ. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാഴ നടക്കുന്ന ജില്ലയുടെ പേരേതാണ്? കാസർഗോഡ്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിലെ നല്ല ചുണക്കുട്ടിയുള്ള കുഞ്ഞുമക്കൾ പറയും പിള്ളവായിൽ കള്ളമില്ല എന്നാണ് നിങ്ങൾ പറയാ. തിരുവനന്തപുരത്ത് എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, എത്രയും സമയം വണ്ടി കയറി ഇവിടെ വന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞു പോകുന്നു.
പിന്നെ അങ്ങനെ ആ ശ്രേഷ്ഠമായ മഹിതമായ നല്ല സംഗമത്തിലാണ് നല്ല സൽസന്താനങ്ങൾ പിറക്കുക. മഹദിയായ അവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അന്നവർ രണ്ടുപേരും തങ്ങിയത് എവിടെയാണ്? ഹാരിസത്ത് ബിൻ നുഅമാൻ, മദീനയിൽ ബനു നജ്ജാർ ഗോത്രക്കാരനായ ഹാരിസത്ത് ബിൻ നുഅമാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. അവിടെ രണ്ടുപേരുടെയും മണവറ പ്രഥമ രാത്രി ഫസ്റ്റ് നൈറ്റ് അവർ പ്ലാൻ ചെയ്തതും അവർ കൂടിയതും സഹാബിയായ ഹാരിസത്ത് ബിൻ നുഅമാൻ. ആ സഹാബിയുടെ പ്രത്യേകത എന്താണ്? ഒത്തിരി പ്രത്യേകതകൾ ആ സഹാബിക്കുണ്ട്. ആ സഹാബിയുടെ പ്രത്യേകത ഖുർആൻ ധാരാളമായിട്ട് ഖുർആൻ ഓതുമായിരുന്നു. അതായത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗ്ഗത്തിലൂടെ നടക്കുമ്പോൾ മനോഹരമായ ഖുർആനിന്റെ ശ്രുതിമധുരമായ സ്വീറ്റായ നല്ല ഖുർആനിന്റെ ഇമ്പമുള്ള ഈണമുള്ള സ്വരമാധുര്യമാർന്ന കർണാലങ്കാരമായ ശബ്ദം കേൾക്കുകയാണ്. മനോഹരമായ ഖുർആൻ ഓതുന്നു. ആരാണ്? ജിബ്രീലേ. ഈ ഖുർആൻ ഓതുന്നത് ആരാണ്? ജിബ്രീലേ എന്ന് പുന്നാന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഈ ഖുർആൻ ആയത്ത് ആരുടെ ആയത്താണ്?